ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ പുറകിൽ കാണുന്ന ഈ ഒരു പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിയിലാണ് ഞാനിപ്പോൾ നിസ്കരിക്കേണ്ടി വന്നത്. ഇതേ പള്ളിയിലാണ് കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിനും നിസ്കരിക്കേണ്ടി വന്നത്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിനും ഈ ഹജ്ജ് പെരുന്നാളിനും ഇവിടെ ഈ ഷാർജയിൽ ഞാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി അല്ലെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ലീവില്ല. അപ്പോൾ പതിവ് പോലെ തന്നെ ആയിരിക്കും എല്ലാ റൂട്ടീൻ കാര്യങ്ങളും. എങ്കിൽ കൂടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 5:45 നിസ്കാരം. റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങാനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല. ഒരു 2:30-3 മണിക്കൊക്കെ വന്ന് പിന്നെ വീണ്ടും എണീറ്റ് 4 മണിയാകുമ്പോൾ എണീറ്റ് നിസ്കരിക്കേണ്ടതാണ്, സുബഹി നിസ്കരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 5:45 ആണ് ഇവിടെ പെരുന്നാൾ നമസ്കാരം ഉള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ രാത്രി ഉറക്കമില്ല എന്ന് തോന്നുന്നു. ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. 5:45 ഞാൻ അവിടുന്ന് റൂമിൽ നിന്ന് ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങി. കുളിയും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോൾ ഇറങ്ങി. കറക്റ്റ് ഏകദേശം നിസ്കാരത്തിന് കുറച്ച് മുന്നേറ്റ് ഇവിടെ എത്തി. നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങി. സാധാരണഗതിയിൽ ഈ പ്രവാസികൾക്ക് ഇവിടെ ലീവാണ് ഇന്നത്തെ ദിവസം. ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിലുള്ള ആൾക്കാർക്കാണ് ലീവില്ലാത്തുള്ളൂ. ഇപ്പോൾ അവർ പല പ്ലാനുകളുണ്ട്, പല പുറത്ത് പോകാനും പല പരിപാടികളൊക്കെ ആയിട്ട്. പക്ഷേ എന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ഡ്യൂട്ടിക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണതിനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനിയുള്ള നമ്മൾ പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പള്ളിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഗാവ, ഈത്തപ്പഴം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും കണ്ടില്ല. വെള്ളമുണ്ട്, കുടിക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ അറബി വീടുകളൊക്കെ ഉള്ളൊരു ഗല്ലിയാണ്. അതിനുള്ളിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഗല്ലി, അറബി ഒരു ഗല്ലികൾക്ക് പറയുന്ന പേര് അൽദറാറി എന്നാണ്. ഈ അൽദറാറിയിലാണ് ഈ ഒരു പള്ളിയും ഒക്കെ. ഇവിടെ ഒരുപാട് പള്ളികൾ അതിൻ്റെ ഉള്ളിലൊക്കെ വേറെ ഉണ്ട് കേട്ടോ. ഇതുപോലെ അറബി വീടുകളുള്ള ഈ ഗല്ലികളുടെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളുടെ മുന്നിലൊക്കെ കാണുന്നൊരു സംഭവമാണത്. നമുക്ക് പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ, അതല്ലെങ്കിൽ പുസ്തകങ്ങൾ, ഷൂ, ബാഗ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഇതിൽ കൊണ്ടുപോയി ഇടാൻ പറ്റും. ഇതുവരെ ആവശ്യക്കാർക്ക് അവിടെ എത്തിച്ചു കൊടുക്കും. ഡൊണേറ്റ് ചെയ്യാവുന്നൊരു സംഭവമാണത്. ഇത് ഒരുപാട് ഇങ്ങനെ അറബി ഗല്ലികൾ പല സ്ഥലങ്ങളിലും കാണാം നമുക്ക്. ചില വീടുകളുടെ മുന്നിലൊക്കെ സല്ലാജകളുണ്ടാവും. കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെക്കുന്ന സല്ലാജകളൊക്കെ വെക്കും. ഇത് ഈ അൽദറാറി എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലകൾ, ഈ അറബി വീടുകളുള്ളത് ഒരുപാട് വീടുകളുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇവിടെ വേറെ സംഭവിച്ചാൽ ഇപ്പം നമ്മുടെ ഈ വീടുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അറബി വീടുകൾ എന്ന് പറയുമെങ്കിൽ കൂടിയിട്ട് എല്ലാ വീടുകളിലും അറബികളൊന്നല്ല കേട്ടോ. നമ്മളെ മലയാളികളും മറ്റുള്ള ആൾക്കാരൊക്കെ താമസിക്കുകയാണ്. പല വീടുകളിലും അവർ ഫാമിലിയായിട്ടും മലയാളികൾ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നത്. എന്നിട്ട് ഒരുപാട് അറബികളൊക്കെ ഈ ഏരിയയിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയ കാരണം അവരെ വീടുകളൊക്കെ ഇങ്ങനെ റെൻറ്റ് എടുത്തിട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ അറബികളുണ്ട്. നല്ല കിടിലം വീടുകളാണൊക്കെ, വലിയ വലിയ വീടുകളാണ്. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അറബി വീടുകളുടെ ഉള്ളിൽ പോയിട്ട് ആ വീടിൻ്റെ ഒക്കെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള. നമ്മുടെയൊക്കെ നാട്ടിലെ വീടുകളുടെ രീതികളൊക്കെ തന്നെയാണോ എന്നൊക്കെ അറിയാൻ. പക്ഷേ നമുക്ക് ആ വീടുകളൊന്നും കയറാനുള്ള അലൗഡില്ല, അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല. ഞാൻ പല വീട്ടിലെ ഡ്രൈവർമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നമുക്ക് വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ വീടിൻ്റെ ഇതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ അവർ അലൗഡല്ല എന്ന് പറയും. ഇതുപോലെ ഈ അറബി വീടുകളൊക്കെ ഉള്ള ഈ ഗല്ലികളുടെ ഉള്ളിലെല്ലാം ഒരു പാർക്ക് ഉണ്ടാവും. അത് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കുള്ള ഒരു പാർക്ക് അവിടെ ഉണ്ടാവും. അധികം ഞാൻ ഇങ്ങനത്തെ ഗല്ലികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പാർക്കിൻ്റെ പേര് അൽദറാറി പാർക്ക്. ഇതുപോലെ വേറെ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ആ ഏരിയയുടെ പേരിലുള്ള ഒരു പാർക്ക്, ചെറിയൊരു പാർക്കായിരിക്കും. ഈവനിങ്ങിലൊക്കെ ചെന്ന് അവിടെ പോകാൻ, ചെന്നിരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പാർക്ക് ആണ് ഞാൻ പറഞ്ഞ അൽദറാറി പാർക്ക്. കണ്ടോ, ഇവിടെയൊക്കെ ഈ വീടുകൾ ഗല്ലികളുടെ ഉള്ളിൽ സെൻട്രലായിട്ട് ഒരു പാർക്ക്. അതിൻ്റെ എൻട്രൻസ് ആ സൈഡിലാണ്. എന്തോ അവിടെയും അതിൻ്റെ എൻട്രൻസ് ഓപ്പണാണ് കേട്ടോ. ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. അല്ല, ഇവിടെ ഇങ്ങനെ അത്ര വലിയ പാർക്കല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ലീവല്ലേ, അപ്പോൾ പല ആൾക്കാരുണ്ടാവും. എനിക്കിവിടെ കുറച്ച് ഓർമ്മകളൊക്കെ ഉള്ള ഒരു പാർക്കാണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ. ഞാനിങ്ങനെ ഫ്രീ ടൈമിലൊക്കെ വന്നിരുന്നിട്ടുള്ള നല്ലൊരു ഓർമ്മകളൊക്കെ ഉണ്ട് ഈ ഒരു പാർക്കിൽ. സത്യത്തിൽ പള്ളിക്കൻ്റെ കൂടെ അസനാർന്നണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാറിലാണ് വന്നത്. അപ്പോൾ പള്ളി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പള്ളി കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോളൂ, ഞാൻ എന്ത് ചെയ്യുക, ഈ ഗല്ലിയിൽ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് വരാം
അങ്ങനെ ഈ ഗലി കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇനി പോയിട്ട് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ധന്യ റെസ്റ്റോറൻറ്റ്, ഞാൻ കഴിഞ്ഞ ഒരു പെരുന്നാൾക്ക് ഒരു വീഡിയോ എടുത്തപ്പോൾ ആ ധന്യ റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും ചായ നാസ്ത എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ 7 മണിയായി. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ ഇതിനുള്ളിൽ പോയിട്ട് എന്തെങ്കിലും നമുക്ക് ചായ കുടിക്കാം. അവിടുന്ന് ആ പാർക്കും വില്ലകൾ, ആ വീടുകൾ, അറബി വീടുകളൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വന്ന് ധന്യ റെസ്റ്റോറൻറ്റ് കയറി ചായ കുടിക്കാം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴി ഗൾഫിലൊക്കെ മറ്റുള്ളവർക്ക് പെരുന്നാളായതുകൊണ്ട് ജ്യേഷ്ഠനൊക്കെ വിളിച്ചു. ഇങ്ങനെ വന്നുള്ള ആൾക്കാർക്ക് ഫോൺ ചെയ്ത് ഇത് വർക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. പക്ഷെ ഭയങ്കര ക്ഷീണം. അപ്പോൾ അങ്ങനെ വന്നിട്ട് കിടന്നു തുടങ്ങി. ഞാൻ ചായ കുടിക്കണം നിന്നിട്ടില്ല. ഇപ്പോൾ അത് വീണ്ടും ഡ്യൂട്ടിക്ക് പോവാണ്. വീണ്ടും വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ പെരുന്നാളാഴ്ചയിൽ ലീവൊന്നുമില്ല. അപ്പോൾ ഇനി സാധാരണ രീതിയിൽ പോലെ പോയി കട തുറന്ന് ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ള, പക്ഷേ ഒരു 10-11 മണിയാകുമ്പോൾ കുറച്ച് ബിരിയാണിയുടെ ഓർഡറുകളുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അവിടെ ജിജേഷ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഉപ്പുമാവാണ്. ഉപ്പുമാവിൽ ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ബ്ലാക്ക് കോഫി. ഉപ്പുമാവ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടിപൊളി മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മളെ മട്ടൻ ബിരിയാണി റെഡിയാണ്. പെരുന്നാളിൻ്റെ ദമ്മ് പൊട്ടിച്ച് ചേമ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മളെ ജിതേന്ദ്ര സിംഗ് ആണ് നമ്മളെ കുക്ക്. പെരുന്നാളിന് ബിരിയാണി മാത്രമല്ല, ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നത് ജിതേന്ദ്ര സിംഗാണ്. അപ്പോൾ പെരുന്നാൾ ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇതാ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് 2-2:30 മണിയായി. ഇപ്പോൾ റൂമിൽ പോവാണ്. ഇനി റൂമിൽ പോയിട്ട് സുഖമായിട്ടൊന്ന് അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങണം. ഇന്നലെ തീരെ ഉറങ്ങാത്തതാണ്. വീണ്ടും വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോവുക. ഇതന്നെ പതിവ് എല്ലാ പെരുന്നാളും എല്ലാ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഇപ്പോൾ എനിക്ക് ഇതിന് മുന്നൊന്ന് ചെയ്തിട്ടുണ്ട്. 2-3 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. എപ്പോൾ ചെയ്താലും ഏകദേശം സെയിം ആയിരിക്കും നമുക്ക് പറയാനുണ്ടാവുക. നല്ല ചൂടുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.